ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കറൻറ്റ് എനർജി ആൻഡ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓഫർ ടൈമാണ്, ഇന്നും നാളെയും കൂടി ഉണ്ടാവുള്ളൂ. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. ഒന്ന് മെഡിറ്റേഷനൊക്കെ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, എന്താണ്? ക്രൗൺ ചക്ര വന്നിട്ടുണ്ട് ആൻഡ് ഇമോഷണൽ ലോസ് വന്നിട്ടുണ്ട്. പേഴ്സൺ കറണ്ട് എനർജി, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് വന്നിട്ടുണ്ട്. സ്പിരിച്വൽ യൂണിയൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഓക്കെ, ഇമോഷണൽ ലോസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ ഇമോഷണലി ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്. എല്ലാത്തിൽ നിന്നും തോറ്റുപോയിട്ടുള്ള ഒരു ഫീലാണ് ഈ പേഴ്സൺ ഉള്ളത്. എല്ലാം അവർക്ക് സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു കറണ്ട് എനർജിയിൽ ലൈഫിലെ ഓരോ സിറ്റുവേഷൻസും അവർക്ക് സ്ട്രഗ്ലിംഗ് പോലെ തോന്നുന്നുണ്ട്. മീൻസ് ഒരു കരിയർ ആയിരിക്കും, ഫിനാൻഷ്യലി ആയിരിക്കും, ഈ റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ഇപ്പം അവരുടെ ലൈഫിൽ എന്താണോ സിറ്റുവേഷൻ ഉള്ളത് അതിനകത്ത് അവർക്ക് ഫുൾ തോറ്റൊരു ഫീലാണ്. അവർ എന്ത് ചെയ്തിട്ടും എവിടെയും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഓക്കെ, ക്രൗൺ ചക്ര വന്നിട്ടുണ്ടായിരുന്നു. അവർ ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും തോറ്റിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്പിരിച്വൽ യൂണിയൻ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പം കാർമിക് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ക്ലാരിറ്റി നോക്കാം. കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങളിൽ ഒരു റിയൂണിയൻ വരാൻ പോവാണ്. ആ ഒരു സ്റ്റേജസ് എല്ലാം കഴിയാൻ പോവാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ, അത് കാർമിക് ആയതുകൊണ്ടോ അല്ലെങ്കിൽ കർമ്മ റിലേറ്റഡ് ഒക്കെ ആയതുകൊണ്ടൊക്കെ ആ ഒരു സ്റ്റേജിലൂടെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ്, മീൻസ് വഴക്ക് കാര്യങ്ങൾ അങ്ങോട്ട് സ്മൂത്ത് ആവണില്ല, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ഒരു സ്പിരിച്വൽ യൂണിയൻ, അതായത് പൂർണ്ണമായും ഇത് കംപ്ലീറ്റ് ആകാൻ അല്ലെങ്കിൽ റീജോയിൻ ആകാൻ ഒന്നിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ക്ലാരിറ്റി നോക്കാം. നമ്മൾ എനർജി മാത്രമാണ് നോക്കിയത്. സോ അവരെന്തായാലും ഒരു സ്ട്രഗ്ലിംഗ്, ഒരു ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു എനർജിയിലാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, എന്താണ്? താഴെ വീണ കാർഡ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ക്യൂൺ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, ജസ്റ്റിസ് ആണ്. 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ്, ഹൈറോഫൻറ്റ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. ഫസ്റ്റ് തന്നെ ക്യൂൺ ഓഫ് സോർട്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ ക്ലാരിറ്റിയും, എല്ലാ ട്രൂത്തും, എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറയാൻ പോകുകയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അവരുടെ എനർജീനകത്ത് ഒരു കാർമിക് സ്റ്റേജിലൂടെയാണ് ഈ പേഴ്സൺ ഒരു ഹീലിംഗ് ഫേസ് ചെയ്ത് പോവാണ് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു എൻഡാണ്, അല്ലെങ്കിൽ അത് കഴിയാനായി, ആ ഒരു സ്റ്റേജസ് എല്ലാം കഴിയാൻ വേണ്ടി ആയി എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ നടക്കാൻ പോവാണ് എന്നുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾ ഒരുപാട് ട്രൂത്തുകൾ അറിയാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഈ പേഴ്സണുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, വർഷങ്ങളായിട്ട് നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യാണ്, ഒരുപാട് മാസങ്ങളായി എന്നൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി പോവാണ്. നിങ്ങളിലേക്ക് ഈ പേഴ്സൺ തിരിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ പോവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാരിറ്റിക്ക് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ജഡ്ജ്മെൻ്റ് ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കുന്നൊരു, നിങ്ങൾ എന്തായിരിക്കും ആൻസർ കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. ക്ലിയർ മൈൻഡഡ് ആകും. നിങ്ങളുടെ ആ ഒരു, നിങ്ങൾക്കില്ലാത്ത ആ ഒരു ക്ലാരിറ്റി, ആ മെൻ്റൽ ക്ലാരിറ്റി, അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആകും. നിങ്ങൾക്ക്
ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഈ പേഴ്സണുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കിട്ടും. കാരണം ഇവർക്ക് ചുറ്റിനുമുള്ള സിറ്റുവേഷൻസിനെല്ലാം അവരൊരു ക്ലിയർ ബൗണ്ടറി വെക്കാൻ വേണ്ടി പോവാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അതിനൊക്കെ അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾക്കൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ അവിടെ ആയിരിക്കും നിങ്ങൾ ട്രൂത്ത് അറിയുന്നതും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കാം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജസ്റ്റിസ് ആണ്. അത് ഈ പേഴ്സൺ തരാൻ പോവാണ്. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, ഇത്രയും നാളും വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഇതിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നില്ലേ, എനിക്കൊരു ജസ്റ്റിസ് ഇല്ലേ എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ പേഴ്സൺ ഒരു കർമ്മ സ്റ്റേജിലൂടെ കടന്നു പോവാണ്. അത് പോകുന്നത് എൻഡ് ആകാൻ പോവാണ്. അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടി, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പ്രതിഫലം അവർക്കും കിട്ടി, നിങ്ങൾക്കുള്ളൊരു ജസ്റ്റിസും ആ പേഴ്സൺ തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, 3 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്ന സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഒരു ഡേറ്റിംഗ് അല്ലെങ്കിൽ സെലിബ്രേഷൻ, എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ്, ഇതെല്ലാം ഈ പേഴ്സൺ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഹാപ്പി മൊമെൻറ്റ് നിങ്ങളുടെ കൂടെ വേണം എന്നുള്ളത് മേ ബി നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ആ പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരികയോ നിങ്ങളുടെ കൂടെ ഡേറ്റിംഗ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, പുറത്ത് കറങ്ങാൻ പോവുക, ട്രാവലിംഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ മനസ്സിലാക്കുക, അത് ഈ പേഴ്സൺ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ അവർ വളരെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പഴയ മെമ്മറീസ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ, അതെല്ലാം ഈ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഓർമ്മകളിൽ ഇരിക്കുമ്പം ചില സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് ആ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഫീലിങ്സ് അവർ വളരെ അവരിൽ തന്നെ ക്ലോസ്ഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു നൊസ്റ്റ് പോലെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഹാപ്പി മെമ്മറീസ് ആണ് അവർക്ക്. ഇപ്പോഴും ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളിൽ അവർ സ്റ്റക്കാണ്. അതായത് ഒരിക്കലും അതൊന്നും ഹോൾഡ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അതായത് ഇപ്പം ഓർമ്മയില്ലാത്തതുപോലെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അതൊക്കെ എങ്ങനെ ഇവർക്ക് മറക്കാൻ പറ്റുന്നത്, ആ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവർ മറന്നു പോകുന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല, ഇതൊന്നും അവർ മറന്നു പോയിട്ടില്ല. അതൊക്കെ അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴും അത് ആലോചിച്ച് അവരിയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഹൈറോഫന്റ് വന്നിട്ടുണ്ട്. ഇത് മാരേജ് പോസിബിലിറ്റി ആണ്. ഇവൻ നിങ്ങൾ മാരേജിനെ കുറിച്ചിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ്. നിങ്ങളൊരു മാരീഡ് കപ്പിളായിട്ട് തന്നെ, മീൻസ് നിങ്ങളെ മാരീഡ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കരുതുന്നത്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു റിലീജിയൻ പ്രോബ്ലം, ഏജ് ഡിഫറൻസ് ഓർ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പിരിഞ്ഞു പോയ ആളുകളാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് കാരണം മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളാണ്, മാരേജ് വരെ എത്തി എന്നിട്ട് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളാണെങ്കിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടൊക്കെ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോർഗീവ് ചെയ്യുക. ആ പേഴ്സൺ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, അതായത് ഒരു മാരേജ് പോസിബിലിറ്റി ആണ് കേട്ടോ. പിന്നെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് എന്ന് പറയുന്നത് കാണിച്ചു തരാൻ പറ്റില്ല. ഇത് ഒരു റീബേർത്ത് ആണ്. അവർക്കൊരു റീബേർത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫൈനലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് അവർക്കൊരു കർമ്മയുടെ കാര്യം നമ്മൾ പറഞ്ഞു. സോ അവർക്ക് ഇന്നർ കോൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അവർ ഫോർഗീവ് ചെയ്യാണ്. നിങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ മനസ്സിൽ ഫോർഗീവ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളടുത്ത് നേരിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നേരിട്ട് പറയാത്ത ആളുകൾക്ക് അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. അപ്പം അത് പോസിറ്റീവാണ്, ക്ലെയിം ചെയ്യുക ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അഗെയിൻ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ച് താഴെപ്പോയില്ല, ഹാങ്ഡ് മാൻ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിൽ വളരെ കംഫർട്ടായിരുന്നു ഈ ഒരു വ്യക്തി. അതായത് ഇവർക്ക് ലൈഫിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇമോഷണലി ആയിക്കോട്ടെ, ഫീലിങ്സ് ആയിക്കോട്ടെ, ഇനിയിപ്പം ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അതെല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് അവരുടെ ലൈഫിനെ ഒരു നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം കറൻ്റ്ലി നിങ്ങളില്ലാത്തത് കൊണ്ട് അവർക്കതെല്ലാം ആ ഒരു വെൽത്തി അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി അവർക്കിപ്പോൾ പോയതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രസൻസ്, ആ ഒരു കൂടെ ഉണ്ടായിരുന്ന ആ നിങ്ങളുടെ അഡ്വൈസ് അല്ലെങ്കിൽ നിങ്ങൾ നേർവഴിക്ക് നയിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് നിങ്ങളുടെ പ്രസൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് പഴയതുപോലെ തന്നെ അവർക്ക് വേണം എന്നുള്ളൊരു തോന്നലാണ്. ആൻഡ് ഇവിടെ ഇത് ഹാങ്ഡ് മാൻ നമുക്ക് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഇവർക്ക് ഇത്രയും നാളും ഒരു പോസ് എനർജിയാണ് ഉണ്ടായിരുന്നത്. അതായത് സ്വയം
ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴൊരു ബ്ലോക്ക് എനർജിയാണ്. എത്ര ചിന്തകളുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പം അവരെ സംബന്ധിച്ച് ആ ഒരു ഡിലേ ആയിട്ടുള്ള ടൈം അവർ മാറ്റി. ഓക്കെ, അതായത് അവർ ആ ഒരു സാക്രിഫൈസ് ചെയ്യാനുള്ള അവർക്കൊരു ഫിയർ ഉണ്ടായിരുന്നു. സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു ഫിയർ, അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ഇല്ലായ്മ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ആ ഒരു എനർജിയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും അവർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് ആ ഒരു കർമ്മ കിട്ടിയതിൻ്റെ ഫലമായിട്ടായിരിക്കും അവർക്ക് ഒരുപാട് അവെയർനെസ് ഉണ്ടായിട്ടുണ്ട്, അവേക്കനിങ് ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ലൈഫിലെല്ലാം കൊണ്ടും അവരുടെ സിറ്റുവേഷനാണ് കേട്ടോ ഇത്. ലൈഫിലെല്ലാം കൊണ്ടും അവർ ഫോക്കസ്ഡ് ആണ്. അവർക്ക് എന്തൊക്കെയോ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മെച്ചുവേർഡ് ആയിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ മെച്ചുവേർഡ് ആയിട്ടുണ്ട്. എന്ത് ചാലഞ്ചുകൾ വന്നാലും ഇപ്പോൾ അക്സെപ്റ്റ് ആക്കാൻ ഇവർ തയ്യാറാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓവർകം ചെയ്യാണ്, എല്ലാ കാര്യങ്ങളും ഓവർകം ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് ആണ് നമ്മൾ കണ്ടത്. മിസ്സിങ് ആണ്, മെമ്മറീസുകൾ ആലോചിക്കുന്നുണ്ട്, അവർ അതിൽ ഹാപ്പി ആണ്, നിങ്ങളടുത്ത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ക്ലാരിറ്റി തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്കിനകത്ത് നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ലോങ് ടേം ആയിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകുക. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അതൊരു പോസിറ്റീവ് കാര്യമാണ്. ക്ലെയിം ചെയ്യുക, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ബട്ട് ലോങ് ടേം ടൈം എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത് നിങ്ങൾക്ക് അതെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, റീയൂണിയൻ പ്രതീക്ഷിക്കാവുന്നതാണ്, മാരേജ് പോസിബിലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പേഴ്സൻ്റെ എനർജീനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഡിസപ്ഷൻ ആൻഡ് എൻവി, ചതിയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങൾ ഇട്ടിട്ട് ഈ പേഴ്സൺ പോയിട്ടുണ്ടാകാം. തുടക്കം ഒരു ക്യാരക്ടറും ഇപ്പോൾ ഒരു ക്യാരക്ടറും കാണിച്ചിട്ടുണ്ടാകാം. തുടക്കം കാണിച്ചിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇപ്പം അവർ എല്ലാം കൂടെ തല്ലിപ്പൊളിയായിട്ട് കാണിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഒരു ചതിയാണ് നടന്നിട്ടുള്ളത്. സോ പാസ്റ്റ് ഈസ് പാസ്റ്റ്, നിങ്ങൾക്ക് ക്ഷമിക്കാമെങ്കിൽ ക്ഷമിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഫീലിങ്സിനകത്ത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഇമോഷണലി അറ്റാച്ച്മെൻ്റാണ് ഇപ്പോൾ വരുന്നത്. അപ്പം റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്ക് ഒരുപാട് ഇമോഷണലി ഫീലിങ്സും കാര്യങ്ങളോ എല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു പ്രശ്നം നടന്ന സമയത്തോ ബ്രേക്കപ്പ് ഓർ നോ കോൺടാക്റ്റിലോ ലെസ് കോൺടാക്റ്റിലോ ഒക്കെ ഇത് കുറഞ്ഞതായിട്ട് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, ഒരുപാട് ബെഗ് ചെയ്തിട്ടുണ്ടാവും, എന്താ ഇപ്പം ഇങ്ങനെയെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ഒരു എനർജിയിലേക്ക്, ആ ഒരു പഴയ സ്നേഹത്തിലേക്ക് ഇപ്പം എഗെയിൻ അവർ പോയിട്ടുണ്ട്. ഓക്കെ, അതാണ് അവർ പഠിക്കുന്ന പാഠങ്ങൾ അങ്ങനെയാണ്. ആ ഒരു കർമ്മ കിട്ടുമ്പം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പം അവരതിനെല്ലാം മനസ്സിലാക്കുക. ഒരു മെച്യൂരിറ്റിയാണത്. ഓക്കെ, ഇനി നമുക്ക് സോഡിയക് സൈൻ നോക്കാം. ടോറസ് ഉണ്ട്, ലിയോ, ടോറസ് എഗെയിൻ, സ്കോർപിയോ, ക്യാൻസർ, ലിബ്ര. ഓക്കെ, നിങ്ങൾക്കുള്ള സോഡിയക് സൈനാണിത്. ഇവിടെ ഇപ്പം ഏകദേശം നിങ്ങൾക്ക് എപ്പോഴായിരിക്കും ഈ ഒരു ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു 7 വീക്കിൻ്റെ ഉള്ളിൽ എന്ന് പറയാം. അതായത് 1 മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ്. പലരുടെയും എനർജിയിൽ പലതായിരിക്കും. കാരണം ഇവിടെ 6ഉം 5ഉം 3ഉം ഒക്കെ വന്നിട്ടുണ്ട്, 1ഉം വന്നിട്ടുണ്ട്. മേ ബി 1 ഡേയിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, അതുപോലെ കരിയർ റീഡിംഗ് വേണമെന്ന ആവശ്യമുള്ളവർ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. കരിയർ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതിലൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ആ ലൈക്ക് നമുക്ക് അത്യാവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് തന്നെ ഒരു കരിയർ, അതായത് ഒരു യൂണിവേഴ്സ് ഗൈഡൻസ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉത്തരമില്ലാതിരിക്കുകയാണെങ്കിൽ മുന്നോട്ടൊരു ഗൈഡൻസ് ആയിട്ട് നമുക്കൊരു ചെറിയ, ലോങ് ആയിട്ടല്ല, ഒരു ചെറുതായിട്ടൊരു വീഡിയോയും കൂടി ഗൈഡൻസ് ആയിട്ട് ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ.